പ്രിയരെ നമസ്കാരം. ഇത് ഊരമ്മന സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങൾ. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ യുവാക്കൾ സംഘടിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. അത് ഈ ഊരമ്മന എന്ന നാട് 2018 തെളിയിച്ചതുമാണ്. അന്നത്തെ മഹാപ്രളയത്തിൽ ഇവിടുത്തെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു പോയപ്പോൾ ഇവിടുത്തെ യുവാക്കളുടെ കൈകളിൽ ഈ നാട് സുരക്ഷിതമായിരുന്നു. അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടിട്ടോ എന്തോ ആ ഒരു കൂട്ടത്തിനിപ്പോൾ ഒരു ഏകോപന ഘടന വന്നിരിക്കുകയാണ്. ഊരമ്മന സൗഹൃദ കൂട്ടായ്മ. ഇന്നവർ ഊരമ്മന പെരുമഴി പാലം പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞു കിടന്നത് ക്ലീനാക്കി. ചെറുതെങ്കിലും തികച്ചും മാതൃകാപരമായ പ്രവൃത്തി. തങ്ങൾക്ക് കഴിയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നാടിനായി ചെയ്തു കൊടുക്കുവാൻ സന്നദ്ധരായ ഈ കൂട്ടം നാടിൻ്റെ സ്വന്തം സന്നദ്ധ സേന തന്നെയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പലതും ഈ നാടിനായി ചെയ്തു കൊടുക്കുവാൻ ഇവർക്ക് കഴിയും. മത രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ അണിചേരുന്നു വന്നത് വലിയ കാര്യം തന്നെയാണ്. ഇതിൽ എല്ലാവരുമുണ്ട്. കൃഷിക്കാരും കച്ചവടക്കാരും വ്യവസായികളും ഗവൺമെൻറ് സർവീസിലുള്ളവരും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരും തൊഴിൽ ദാതാക്കളും ഡ്രൈവർമാരും എന്നുവേണ്ട എല്ലാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഊരമ്മന സൗഹൃദ കൂട്ടായ്മ. അതുകൊണ്ട് ഊരമ്മന സൗഹൃദ കൂട്ടായ്മ നാടിൻ്റെ പുതുപ്രതീക്ഷയായി മാറുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഊരമ്മന സൗഹൃദ കൂട്ടായ്മ എന്ന പേരിൽ ഒരു സംഘടന ഏകദേശം 25ഓളം ആളുകൾ ചേർന്ന് കഴിഞ്ഞ 2 വർഷമായി രൂപീകരിച്ച് പ്രവർത്തിച്ചു. ഊരമ്മനയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇതുപോലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുവാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണിത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ ഊരമ്മന പെരുമൊഴി പാലത്തിൻ്റെ 2 സൈഡും കാട് വളർന്ന് കാൽനട യാത്രക്കാർക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായ രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഈ കാൽനട യാത്ര സുഗമമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ മാത്രമല്ല, നമ്മുടെ ഊരമ്മനയിലെ ഒത്തിരി സൗഹൃദങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനമാണിത്. ഇനി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നും ഈ കൂട്ടായ്മ മുന്നിൽ തന്നെ ഉണ്ടാവും. ഈ കൂട്ടായ്മ നാടിനും നാട്ടുകാർക്കും ഒപ്പം ഉണ്ടാകുമെന്ന ഈ ഉറച്ച വാക്കുകൾ വരും തലമുറയ്ക്കും ഒരു പ്രചോദനമായി തീരട്ടെ.